ഇന്നത്തെ അറിയിപ്പുകൾ. ജനന സർട്ടിഫിക്കറ്റിലെ പേരുമാറ്റത്തിനുള്ള നിബന്ധനകളിൽ ഇളവ് വരുത്തുമെന്ന് സംസ്ഥാന സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തതായി മന്ത്രി എം പി രാജേഷ്. കേരളത്തിൽ ജനനം രജിസ്റ്റർ ചെയ്ത ആർക്കും ഗസറ്റ് വിജ്ഞാപനം വഴി പേരുമാറ്റിയാൽ ജനന രജിസ്ട്രേഷനിലും മറ്റും മാറ്റം വരുത്താനാകും. വർഷങ്ങളായി നിലനിന്ന സങ്കീർണതയ്ക്കാണ് ഇതോടെ പരിഹാരമാവുക. നിലവിൽ കേരളത്തിലെ പൊതുമേഖലയിൽ വിദ്യാഭ്യാസം ലഭിച്ച കുട്ടികൾക്ക് ഗസറ്റ് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് SSLC സർട്ടിഫിക്കറ്റിലും സ്കൂൾ രേഖകളിലും പേരിൽ മാറ്റം വരുത്താൻ സാധിച്ചിരുന്നത്. തുടർന്ന് ഈ സ്കൂൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ജനന സർട്ടിഫിക്കറ്റ് തിരുത്താനാവുക. ഇത് പല സങ്കീർണതകൾക്കും വഴിവെച്ചിരുന്നു. CBSE, ICC സ്കൂളുകളിൽ പഠിച്ചവർക്കും രാജ്യത്തിന് പുറത്ത് പഠനം നടത്തിയവർക്കും ഗസറ്റ് വിജ്ഞാപനം വഴി പേര് തിരുത്തിയാലും അത് വെച്ച് സ്കൂൾ രേഖകളിൽ മാറ്റം വരുത്താനാകാത്തതിനാൽ ജനന സർട്ടിഫിക്കറ്റിൽ പേര് തിരുത്താൻ സാധിക്കില്ലായിരുന്നു. ഈ വ്യവസ്ഥയാണ് തദ്ദേശ വകുപ്പ് ലഘൂകരിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റെയിൽവേ കൗണ്ടർ വഴി ടിക്കറ്റ് എടുക്കുകയും യാത്ര മുടങ്ങുകയും ചെയ്താൽ ഇനി പണം പോകില്ല. ഇങ്ങനെ എടുക്കുന്ന ടിക്കറ്റുകൾ ഓൺലൈൻ വഴി റദ്ദാക്കാം. ടിക്കറ്റ് റദ്ദാക്കുന്നതിന് മുമ്പ് IRCTCയുടെ വെബ്സൈറ്റിൽ റെയിൽവേ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 139 എന്ന ടോൾ ഫ്രീ നമ്പറിലും സൗകര്യം ലഭിക്കും. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓൺലൈൻ വഴി ടിക്കറ്റ് റദ്ദാക്കുന്ന യാത്രക്കാർക്ക് ടിക്കറ്റ് പണം റിസർവേഷൻ കൗണ്ടറിൽ നിന്ന് തിരിച്ചു വാങ്ങാം. ഇതിനുള്ള PRS കൗണ്ടറുകൾ വാരാന്ത്യങ്ങൾ ഒഴികെയുള്ള എല്ലാ ദിവസവും രാവിലെ 8 മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കും. IRCTC ടിക്കറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ ട്രെയിൻ ടിക്കറ്റുകൾക്ക് കൗണ്ടർ ടിക്കറ്റുകളേക്കാൾ വില കുറവാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്ഷീരസംഘങ്ങൾക്ക് 16 രൂപ അധിക പാൽവില നൽകുമെന്ന് മിൽമ. തിരുവനന്തപുരം മേഖലാ യൂണിയന്റേതാണ് തീരുമാനം. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ പാൽ ലിറ്റർ 1 16 രൂപയാണ് അധികമായി ക്ഷീര കർഷകർക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. ഈ വർഷം ഫെബ്രുവരി 1 മുതൽ 28 വരെ പ്രാഥമിക ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘങ്ങൾ മിൽമയ്ക്ക് നൽകിയ പാലിലാണ് അധിക വില നൽകുക. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ തുക മാർച്ച് മാസത്തിലെ 3ാമത്തെ പാൽ ബില്ലിനൊപ്പം സംഘങ്ങൾക്ക് ലഭിക്കും. അധിക പാൽവിലയിൽ 8 രൂപ കർഷകനും 4 രൂപ സംഘങ്ങൾക്കു ലഭിക്കും. 4 രൂപ യൂണിയനിൽ സംഘത്തിന്റെ അധിക ഓഹരി നിക്ഷേപമായി സ്വീകരിക്കും. ഇതോടെ സംഘങ്ങൾക്ക് ലഭിക്കുന്ന ശരാശരി പാൽവില ലിറ്റർ 1 61.13 രൂപയായി വർദ്ധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സഹകരണ സംഘങ്ങളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ജൂനിയർ ക്ലാർക്ക്, കാഷ്യർ, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 200 ഒഴിവുകളാണുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. 2025 ഏപ്രിൽ 30 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി.